ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫാമിലി ബാക്ക് ബെഞ്ച് കപ്പിൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ അമ്പലങ്ങൾ ദർശനം നടത്താൻ വേണ്ടി അമ്പല ദർശനം നടത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് കുനിശ്ശേരിക്കാണ്. അവിടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചേച്ചി ഏട്ടൻ്റെ അമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയിലാണ് കേട്ടോ പോകണം. പുലർച്ചെ 4 മണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയിൽ പോയിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ അവരുടെ വണ്ടിയിൽ കാറിൽ പോകും കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടന് ലീവ് കിട്ടാത്തതുകൊണ്ട് ഏട്ടൻ വന്നില്ല. ഞാൻ പിന്നെ ലീവ് എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ ചേച്ചിയുടെ വീട്ടിലാണ്. ഒരു ഹൈ പറടി. ഹായ്. ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങളിതാ റെഡിയായി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ റെഡിയാക്കലും കാര്യങ്ങളൊക്കെ ഇട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പൊടിക്കണം. ദിസ് ഈസ് മൈ അളിയാൻ. ഒരു ഹായ് പറയുക. ഹായ്. അങ്ങനെ ഞങ്ങൾ റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു കൂട്ടം ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ കണ്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അമ്പലം കുളം ഒക്കെ ആയിട്ട് ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളിതാ വണ്ടിയിൽ കയറാൻ വേണ്ടി പോകണം കേട്ടോ. വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ ബാക്കിൽ 2 എന്താ പറയുക ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയപ്പോൾ ചെറിയൊരു വ്യൂ ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. കണ്ടോ ബാക്കിലിരിക്കുന്ന കണ്ടോ 2 ആൾക്കാർ. അപ്പോൾ ഇതിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വേറൊന്നുമല്ല. വോയിസ് ഓവർ എന്തുകൊണ്ടാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ വണ്ടി പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും ക്ലിയറായി കേൾക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇത് നമ്മുടെ കുതിരാനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വീഡിയോ ഒക്കെ ഓണാക്കി സെറ്റാക്കി വെക്കുമല്ലോ. അപ്പോൾ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എത്തിയ അമ്പലമാണ് ആലുവ ശിവക്ഷേത്രം. ആലുവ ശിവക്ഷേത്രത്താണ് നമ്മൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് കേട്ടോ. സെക്കൻഡ് അമ്പലം ചോറ്റാനിക്കരയ്ക്കാണ് പോയത്. അങ്ങനെ നമ്മൾ ചോറ്റാനിക്കര അമ്പലം എത്തി. അതിനുശേഷം നമ്മൾ ഉള്ളിലിങ്ങനെ കയറി. ഇവിടെ ആണെങ്കിലും അതെ കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെയും വരുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിലും എനിക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടപ്പെട്ടു. എല്ലാം ഓക്കെയാണ്, പക്ഷേ ഈ ക്യൂ മാത്രമാണ് പറ്റാത്തത്. ലേഡീസിൻ്റെ ജെൻസിന് ക്യൂ വേറെ പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ കഴിഞ്ഞ് തൊഴുത് വന്നതിന് ശേഷമാണ് അവർ വന്നത് കേട്ടോ. അവിടുന്ന് മെല്ലെയാണ് ഇറങ്ങി വന്നത്. ഞങ്ങൾ ഇറങ്ങി കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് അവർ തൊഴുതിട്ട് ഇറങ്ങി വന്നത്. അതിനുശേഷം നമ്മൾ താഴ്ഭാഗം കൂടി ഉണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ താഴെ വേറൊരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ എവിടേക്കാണ് പോയെന്നുള്ളത് വെച്ചാൽ ഇത് ഏതാ വെച്ചാൽ തൃപ്പൂണിത്തറ അമ്പലം ഞങ്ങളെത്തി. അങ്ങനെ അവിടെയും ഞങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉള്ളിൽ പോയപ്പോൾ അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ മടങ്ങി നേരെ പോയത് എവിടേക്കായിരിക്കും, ഫുഡ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു സ്ഥലത്ത് നമ്മുടെ എളിയൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്ന് ഞങ്ങൾ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ.
കാർ പാർക്കിങ്ങിന്, അതായത് നമ്മുടെ തൃശ്ശൂരാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ഗുരുവായൂർ അമ്പലത്തിലാണ് നമ്മൾ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്, സുഹൃത്തുക്കളെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഗുരുവായൂർ അമ്പലം തൊഴുത് നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും. അറിയാമല്ലോ, ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ നമ്മൾ ഫോണൊന്നും കൊണ്ടുപോയി നമ്മൾ വണ്ടി തന്നെ വെച്ചു. അവിടെ പോയി കഴിഞ്ഞാലും അലോഡല്ലല്ലോ, അതുകൊണ്ട് അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ നല്ല നല്ല രീതിക്ക് തൊഴാനും ദർശനം കാണാനും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പറ്റി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ശരി എന്തെല്ലാം അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളെന്തായാലും സന്ധ്യ ആയ സ്ഥിതിക്ക് നമ്മൾ ബീച്ചിലോട്ട് വന്നു. സ്നേഹതരം ബീച്ചിലോട്ട് വന്നാൽ പിന്നെ പറയണ്ടല്ലോ, നമ്മൾ കുറേ വെള്ളത്തിലൊക്കെ കളിച്ചു. ഹലോ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് പോയ അമ്പലം തൃപ്രയാറാണ് കേട്ടോ, അവസാനത്തെ ദർശനമാണ്. അപ്പോൾ പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയ അമ്പലങ്ങളിൽ എല്ലാവിടെയും നല്ല രീതിക്ക് തന്നെ ദർശനം കാണാൻ പറ്റി കേട്ടോ. എവിടെയും നമുക്ക് എന്താ പറയുക ഒരുപാട് നേരം അങ്ങോട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. നല്ല രീതിക്ക് തന്നെ ദർശനം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സ്ഥലങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും തന്നെ നമുക്ക് ക്ഷീണിച്ച് അങ്ങോട്ട് വശയായി. പിന്നെ ഞങ്ങളിതാ ഇവിടെ വന്നപ്പോഴും കണ്ട ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത്തെ സന്ധ്യ ടൈം, എന്താ പറയുക, നടയൊക്കെ തുറന്ന് പൂജയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈം ഒരു അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ എന്താ പറയുക കുറേ മീനുകൾക്ക് എന്തൊരു പൂജ അങ്ങനെ എന്തോ ചെയ്യും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതാ അതിന് റെസീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ, രണ്ടുപേരും കൂട്ട്. എന്തിനു പോവാണ്, എന്ത് ചെയ്യാൻ പോകണം? അങ്ങനെ അവരുടെ നേർച്ച അവർ ചെയ്യാൻ വേണ്ടി പോവാൻ കേട്ടോ. അതിനെന്തോ ഒരു പേര് പോലെ ഉണ്ടോ, അതെനിക്കിപ്പോൾ അങ്ങോട്ട് ക്ലിക്കാവുന്നില്ല. അതാ കണ്ടോ, ഇതുപോലെ അത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അങ്ങനെ അവർ ചെയ്യുന്ന ഇടയിൽ കൂടെ തന്നെ ഞാനും കുറച്ച് അവർക്ക് അത് തന്നെ ഇവിടെ നിന്ന് തന്നെ കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ കുറേ മീനുകൾ വന്ന് എന്താ പറയുക അങ്ങനെ എന്തോ ഒരു നേർച്ചയാണ്, അതെന്താ പേര് എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു ക്ലിക്കാവുന്നില്ല. അപ്പോൾ ഒരിതാ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊടുക്കണമോ? വീടാണല്ലേ. അവസാനമായിട്ട് റെഡി അടിപിടി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്നും ഇറങ്ങി കേട്ടോ. അങ്ങനെ തിരിച്ചിനി വേറെ എവിടേക്കില്ല, നേരെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഭക്ഷണം കൂടി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടികൾ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിൽ ഞാൻ വീട്ടിൽ പോണതിൻ്റെ സെക്ഷനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണമെന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന ടൈമിൽ നല്ല ഉഗ്രം മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും വേറെ എടുത്തില്ല. ഫുഡ് കഴിക്കാൻ നമ്മൾ എത്തിയിട്ടുണ്ട്, ഫുഡൊക്കെ ഓർഡർ ചെയ്തു, അതൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.